ഹായ്, വെൽക്കം ടു ജോബിൾസ് ലേണിംഗ്. പ്രിയപ്പെട്ട കേട്ടറ്റ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളെ, BEd അതുപോലെ തന്നെ അധ്യാപക സുഹൃത്തുക്കളെ, നമ്മൾ കേട്ടറ്റ് എക്സാമിന് 4 കാറ്റഗറി ആയിട്ടാണ് ഉണ്ടാവുന്നത്. കാറ്റഗറി 1, 2, 3 and 4. അപ്പോൾ കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ച് പല അധ്യാപകർക്കും അതല്ലെങ്കിൽ പല BEd കഴിഞ്ഞവർ TTC കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഇതിൻ്റെ സ്ട്രക്ചർ, നമ്മൾ ഏത് കാറ്റഗറിയാണ് എഴുതേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വലിയ ഡൗട്ട്സുകളാണ്. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഓരോ ഡൗട്ട്സുകൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രിയപ്പെട്ട ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരുപാട് ഡൗട്ട്സുകളുണ്ട്. കാറ്റഗറി ഏതാണ് ഞാൻ എഴുതേണ്ടത്, ഇതിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ്, ഏതൊക്കെ സിലബസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ പ്രധാനപ്പെട്ട അവരുടെ ചോദ്യങ്ങളിൽ കൂടുതൽ ആവർത്തിച്ച് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാറ്റഗറി 2 എക്സാമിന് നമ്മൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് സെലക്ട് ചെയ്യുന്നത്. സാധാരണ നമുക്കറിയാം സൈക്കോളജി, അതായത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി എന്നുള്ളൊരു ഭാഗം ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ലാംഗ്വേജ് ഉണ്ടാവും, ഇംഗ്ലീഷ്, മലയാളം പോലെ അല്ലെങ്കിൽ മറ്റുള്ള, അതായത് 2 ലാംഗ്വേജ് എഴുതാനുണ്ടാവും. കൂടാതെ നമുക്കൊരു 60 ചോദ്യങ്ങൾ വരുന്നത് നമ്മുടെ സയൻസ് ആൻഡ് മാത്സ്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ്. ഇങ്ങനെ 60 ചോദ്യങ്ങൾ സയൻസ് ആൻഡ് മാത്സിൽ നിന്നും അതല്ലെങ്കിൽ സോഷ്യൽ സയൻസിൽ നിന്നാണ്. പല ആളുകളൊക്കെ എക്സാമിൻ്റെ സമയത്ത് ഇത് രണ്ടും മനസ്സിലാക്കാതെ ഓപ്ഷൻസ് പോയിട്ടുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. കാരണം നമ്മൾ എക്സാമിൻ്റെ ഒരു പേപ്പർ 3 സെറ്റ് പേപ്പറുകളാണ് ഉണ്ടാകുക. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ആദ്യം തരുന്ന സെറ്റിൽ ഇതിന് ഒരു നിശ്ചിത എണ്ണം ചോദ്യങ്ങൾ, അടുത്ത സെറ്റിൽ അതിൻ്റെ അടുത്ത ഭാഗങ്ങളായിരിക്കും. അപ്പോൾ ഇതിനനുസരിച്ചാണ് എക്സാമിലൊക്കെ എഴുതേണ്ടത്. സോ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ടോപ്പിക്കുകൾ, ഇവിടെ സംശയം വരുന്നത് നമ്മുടെ TTC കഴിഞ്ഞ് അതുപോലെ തന്നെ അവർക്ക് ഡിഗ്രിയുമുള്ള ആളുകൾക്കാണ് നമ്മൾ കാറ്റഗറി 2 എഴുതാറുള്ളത്. അതുപോലെ തന്നെ BEd കഴിഞ്ഞവർക്കും കാറ്റഗറി 2 എഴുതാം. UP സ്കൂൾ ലെവലിലേക്കുള്ള കേട്ടറ്റാണ് നമുക്കറിയാം ആ കാറ്റഗറി വരുന്നത്. അപ്പോൾ അതേ സമയത്ത് TTC കാറ്റഗറി 1 കൂടി എഴുതാവുന്നതാണ്, കാറ്റഗറി 1. അതേ സമയത്ത് BEd ചെയ്തവർക്ക് കാറ്റഗറി 3 എഴുതാം. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാറ്റഗറി 2 വരുന്ന 60 ചോദ്യങ്ങൾ നമ്മൾ സയൻസ് സാധാരണ എഴുതാറുള്ളത്. ഇപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ എന്ത് ചെയ്യും, സയൻസ് മാത്സ് സെലക്ട് ചെയ്യും. ഇപ്പോൾ മറ്റുള്ള സോഷ്യൽ സയൻസ് അതല്ലെങ്കിൽ ലാംഗ്വേജ് ഇംഗ്ലീഷൊക്കെ അല്ലേ, BA ഇംഗ്ലീഷൊക്കെ എടുത്തിട്ട് BEd ചെയ്ത ആളുകളൊക്കെ സാധാരണ സെലക്ട് ചെയ്യാറുള്ളത് സോഷ്യൽ സയൻസ് ആണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ എക്സാമിന് നമുക്ക് ഏത് ടോപ്പിക്കാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത് അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അവിടെ കൃത്യമായിട്ട് ഇപ്പോൾ BA അതിൽ സയൻസുമായി, BA എന്ന് പറയാം, അതായത് ഡിഗ്രിയിൽ സയൻസ് എടുത്ത ആളുകൾ സയൻസും മാത്സും മാത്രമേ എടുക്കാവൂ എന്നുള്ള ഒരു നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എക്സാം എഴുതുമ്പോഴാണ് നമുക്ക് അല്ലേ, കേട്ടറ്റ് എക്സാമിൻ്റെ മാർക്ക് നിങ്ങൾക്കറിയാം പലപ്പോഴും ചെറിയ മാർക്കിനാണ് നഷ്ടപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളിത് ചൂസ് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കുക. നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 2 ഞാൻ എഴുതുന്ന ടോപ്പിക്സുകൾ, അതായത് നമുക്ക് സൈക്കോളജി എഴുതാനുണ്ടാവും, 2 ലാംഗ്വേജുകൾ ഉണ്ടാവും. അതിന് പുറമെ ഈ 60 ചോദ്യങ്ങൾ ഞാൻ സോഷ്യൽ ആണോ അതല്ല സയൻസ് ആൻഡ് മാത്സിൽ നിന്നാണോ എഴുതേണ്ടത് എന്ന് നേരത്തെ തന്നെ തീരുമാനിക്കുക. പിന്നെ നമ്മൾ ഈ തീരുമാനിക്കുന്ന കാര്യത്തിൽ പല കാര്യങ്ങളും അതിൻ്റെ ഘടകങ്ങളായി വരാറുണ്ട്. നമ്മൾ നേരത്തെ +2 വരെ നമ്മൾ പഠിച്ചത്, അതല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് സ്ട്രീമൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ സയൻസ് മാത്സ് ഒക്കെ അതിനോട് അഭിരുചിയുള്ള ആളുകളൊക്കെ അത്തരം ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യും. അപ്പോൾ അവർക്ക് മാത്സ് ചെയ്യാൻ എളുപ്പമാണ്, അതുപോലെ സയൻസിൻ്റെ ടോപ്പിക്കുകളൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഏത് സെലക്ട് ചെയ്തോളൂ, നമ്മുടെ സയൻസ് ആൻഡ് മാത്സ് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ജനറലായ GK പോലെയുള്ള അല്ലെ സോഷ്യൽ, ഇങ്ങനെയുള്ള സോഷ്യലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കുറച്ചുകൂടി എന്താ പറയുക, ചില ആളുകൾക്ക് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ ഹിസ്റ്ററി, അതുപോലെ തന്നെ ജോഗ്രഫി, എക്കണോമിക്സ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സോഷ്യൽ സയൻസ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന പല ആളുകളുണ്ടാവും. PSCS അത്തരം ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാം മാത്സിലെ ചോദ്യങ്ങൾ, സയൻസിലെ ചോദ്യങ്ങൾ, ഇത് നിങ്ങൾക്ക് എളുപ്പമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗത്ത് പോവാം. ഇനി സോഷ്യലാണ് എളുപ്പമുള്ളതെങ്കിൽ ആ രീതിയിൽ സെലക്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സയൻസ് എടുക്കുകയാണെങ്കിൽ അതിലുള്ള ടോപ്പിക്കുകൾ ബയോളജിയിൽ നിന്ന്, ഫിസിക്സിൽ നിന്ന്, കെമിസ്ട്രിയിൽ നിന്ന്, മാത്സിൽ ഇതുപോലെ തന്നെ ചോദ്യങ്ങൾ വരും, ഡിഫറെൻ്റ് ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ നമ്മളിത് നേരത്തെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് എളുപ്പമായിരിക്കും.
എന്നാൽ സോഷ്യൽ സയൻസ് ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി വായിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന ആളുകൾക്ക് സോഷ്യലിൻ്റെ ഇതിൻ്റെ ആ കണ്ടന്റ് ആ സിലബസ് ഏരിയ പഠിച്ചാൽ തന്നെ എക്സാമിന് എഴുതാൻ പറ്റും. സോ നമ്മൾ ഇന്ന് ആ ഒരു കൺഫ്യൂഷനാണ് ഈ വീഡിയോയിലൂടെ തീർക്കുന്നത്. നമ്മൾ കാറ്റഗറി 2 എക്സാമിന് 60 ചോദ്യങ്ങൾ സയൻസ് ആണോ മാത്സ് ആണോ അതല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ആണോ സെലക്ട് ചെയ്യേണ്ടത്. ഏതായാലും നമുക്ക് എക്സാമിൻ്റെ പാറ്റേണുകൾ ഓരോ സമയത്തും മാറാറുണ്ട്. നിങ്ങൾക്കറിയാം, ഓരോ പ്രാവശ്യം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഡിഫറെൻ്റ് ഏരിയയിൽ നിന്നായിരിക്കും. എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു പഠനമാണ് അടുത്ത എക്സാമും നമ്മൾ ചെയ്യേണ്ടത്. കാറ്റഗറി 2 എഴുതുന്ന ആളുകൾ പ്രധാനമായിട്ട് 60 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും 150 ചോദ്യങ്ങളുടെ ഒരു ഏരിയ തന്നെ ഈ ഭാഗത്തുനിന്ന് വരുന്നതാണ്. ഇപ്പോൾ സയൻസും മാത്സും എടുക്കുമ്പോൾ 30 ചോദ്യങ്ങളായിരിക്കും സയൻസിൽ നിന്ന് വരിക, 30 ചോദ്യങ്ങൾ മാത്സിൽ നിന്നാണ്. രണ്ടിനും ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മാത്രമേ അതിലുള്ള ചോദ്യങ്ങൾ പരമാവധി നമുക്ക് എഴുതാൻ പറ്റും. അതേസമയത്ത് സോഷ്യൽ ആണെങ്കിൽ നിങ്ങൾ അതിൽ ഹിസ്റ്ററി ഉണ്ടാവും, എക്കണോമിക്സ് ഉണ്ടാവും, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ടാവും. അതൊരു നമ്മുടെ SC വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ BEdകാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ എടുത്ത ആളുകളുണ്ടാവും, അവർക്കാണ് കുറച്ചും കൂടി കൺഫ്യൂഷൻ വരിക. കാരണം SCERT ഒന്നുകൂടി നമ്മൾ റിവൈസ് ചെയ്യേണ്ടി വരും എക്സാം. ഞാൻ അതിൻ്റെ ഒരു രീതിയും കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ സയൻസ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും സോഷ്യൽ സയൻസ് ആണെങ്കിലും നിങ്ങൾ SCERT ഫോക്കസ് ചെയ്യാം. SCERTയിൽ വരുന്ന അത് PSCയിലൊക്കെ ആ രീതിയിലാണ്. 10th വരെയുള്ള അല്ലേ, 10th ലെവലിലുള്ള SCERT ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണല്ലോ. അതുപോലെ തന്നെ SCERTയിലുള്ള ചോദ്യങ്ങൾ, അതിൻ്റെ പാറ്റേൺ ഒക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അതിൻ്റെ നമ്മൾ പരിശീലനം നേടുന്നതിൻ്റെ കൂടെ, നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുന്നതിൻ്റെ കൂടെ ഈ SCERT കവർ ചെയ്യാൻ കൂടി ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് നമ്മുടെ മുമ്പിൽ അതിനുള്ള സമയമുണ്ട്. അതെങ്ങനെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റൈസ് ചെയ്ത് പഠിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കാറ്ററ്റ് എക്സാം സിമ്പിളായിട്ട് നേടിയെടുക്കാം. പക്ഷേ ഇതില്ലെങ്കിൽ നമുക്ക് ടഫായിട്ട് അനുഭവപ്പെടും. സോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.